ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മത്തിക്കറിയുടെ വീഡിയോയുമായിട്ടാണ്. ഞാനിന്ന് 1/2 കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ കറിയാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാ മത്തി കണ്ടല്ലോ, നല്ല വലിയ മത്തി. ഇപ്പോഴത്തെ മത്തിയിലെല്ലാം മുട്ടയുണ്ടല്ലോ. അപ്പം ഈ മത്തി നമുക്കിപ്പോൾ ക്ലീനാക്കി കൊണ്ടുവരാം. മീൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ മുട്ട. ഇത് ഫ്രൈ ചെയ്തെടുക്കണം, മീൻ കറി വെക്കണം. അപ്പോൾ നമുക്കിനി മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മീൻ കറിക്ക് ആവശ്യമുള്ള സാധനം: ഒരു മീഡിയം ഉള്ളി കട്ട് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3 മീഡിയം തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 പച്ചമുളക്, പിന്നെ 3 സ്പൂൺ മുളക് പൊടി. ഇത് കുമിട്ടിയും നാടൻ മുളക് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പുളി. കൊടംപുളിയാണ് നല്ലത്. എൻ്റെ അടുത്ത് കൊടംപുളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ വാളംപുളി ചേർക്കുന്നത്. പിന്നെ ഉലുവ, കടുക്, കറിവേപ്പില. ഇത്രയും സാധനമാണ് നമുക്ക് മീൻ കറിക്ക് ആവശ്യമുള്ള സാധനം. ഇനി നമുക്ക് കടുക്, കറിവേപ്പില, ഉലുവ ഒഴികെയുള്ള ബാക്കി സാധനങ്ങളെല്ലാം ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. സാധനങ്ങളെല്ലാം മിക്സിയുടെ ജാറിലിട്ടു. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക്, കടുക് പൊട്ടിക്കുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളി, ചെറുത് മതി. നമ്മൾ നേരത്തെ അരപ്പൊന്നും കൂട്ടിയില്ലല്ലോ, അതുകൊണ്ട് ചെറിയൊരു കഷ്ണം ഉള്ളി, ഒരു കഷ്ണം തക്കാളി ചേർക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കും. ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മീൻകറി മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ്. സാധാരണ നമ്മൾ മീൻകറി മണ്ണിൻ്റെ ചട്ടിയിലല്ലേ വെക്കുന്നത്. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ വെക്കുന്നത്. എന്നിത് തിളപ്പിക്കുന്നത് മണ്ണിൻ്റെ ചട്ടിയിലേക്ക് തിളപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തു. ഇത് പച്ചമണം മാറുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. പച്ചമണം മാറുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ എണ്ണ തള്ളി വരും. അതുവരെ ഇതിങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കണം. അടിക്ക് പിടിക്കാതെ നോക്കണം. ഇത് നല്ല പാങ്ങിൽ വഴറ്റിയെടുത്തിട്ട് പച്ചമണം മാറി നല്ല മണം വരുന്നു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളപ്പിക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കറി മൺചട്ടിയിലേക്ക് മാറ്റി. ഇനി നമുക്കിതിലേക്ക് ഓരോരോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മത്തിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. മത്തിക്കറി റെഡിയായി. എന്നെ തീ ഓഫാക്കി വെക്കാം. അപ്പം മത്തിക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല സൂപ്പർ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല
നല്ല കളറ്, കുമിട്ടിമുളക് ചേർത്തിയും കൊണ്ട് നല്ല കളറുണ്ട്. ഇനിയും കറി കൂടുതൽ ടേസ്റ്റ് നാളേക്കാണ്. സാധാരണ അങ്ങനെയല്ലേ, നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ നാളേക്കല്ലേ മീൻ കറിക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ ഇതേപോലെ മീൻ കറി നിങ്ങളുണ്ടാക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ, ബൈ ബൈ.